ഒന്നും പോടാ കിടന്ന്. പണ്ട് സൈക്കിളേലേ നാട് മൊത്തം ചുറ്റുന്നതിന് അത്രയൊന്നും ഇല്ലല്ലോ നമ്മൾ. എടാ അവന്മാരൊക്കെ ഇപ്പോൾ എവിടാടാ? അവന്മാരൊന്നും വിളിക്കത്ത് പോലും ഇല്ലടാ. നിനക്ക് കൊണ്ട് ഓർമ്മയുണ്ടോ നമ്മുടെ വീലയിൽ ചിത്രശലഭത്തെയും മുത്തുമൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത്? അന്ന് ഒരു പാക്കറ്റ് മുത്തിന് 8 രൂപയല്ലേ കളിയാ? 8 രൂപ, അത് തന്നെ. എന്തുവാടാ, വല്ലപ്പോഴും ഒക്കെ ഒന്ന് വിളിക്കുക കേട്ടോ, സ്നേഹം പുതുക്കാനെങ്കിലും. നീ നാട്ടിൽ വരുമ്പോഴോ വിളിക്കത്തില്ല. എടേ നീ ഒരു കുപ്പിയൊക്കെ എടുത്ത് വെച്ച് എന്നെ വിളിക്കടേ, അല്ലെങ്കിൽ നീ വീട്ടിലോട്ട് പടേ, നമുക്ക് അവിടെ ഇവിടെ ഇരുന്ന് കടിക്കാം. ആരെയാ വിളിക്കുന്നേ? ആ ശരി ശരി, വല്ലപ്പോഴൊക്കെ വിളിക്കുക കേട്ടോ. ശരിടാ ശരി. എൻ്റെ ഫ്രണ്ടാ കുവൈറ്റിലുള്ള ലിജു കെ രാജു. എന്തുതരം സംസാരിക്കാൻ? ഓ എന്തോ സംസാരിക്കണേ, പഴയ ഞങ്ങളുടെ സൈക്കിൾ ഇതിൻ്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ എന്തിനാ കൂട്ടുകാരനെ വിളിച്ച് ഇത്രയും സംസാരിക്കുന്നത്? ആ സമയം കൂടെ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബോണ്ട് വർക്ക് ആവത്തില്ലേ? എപ്പോഴും കൂട്ടുകാരനെ വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സംസാരിച്ച് ഉമിനീര് പറ്റി പോകത്തില്ലേ? എൻ്റെ പൊന്നടി, ഞാൻ വല്ലപ്പോഴും അല്ലേ കൂട്ടുകാരെയൊക്കെ വിളിക്കത്തുള്ളൂ, പിന്നെന്തുവാ? അങ്ങനെ വിളിക്കുമ്പം ആ സമയം എൻ്റെ കൂടെ ഇരുന്നൂടെ ചേട്ടന്? കഴിഞ്ഞ 3 ദിവസമായിട്ട് നിന്റെ കൂടെ തന്നെ അല്ലേ ഞാൻ ഈ വീട്ടിൽ ഇരിക്കുന്നത്. നീ പറഞ്ഞിട്ട് ലീവ് എടുത്തേക്കുമല്ലയോ ഞാൻ? അത് മാത്രമല്ല, 24 മണിക്കൂറും ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൊച്ചുങ്ങളുണ്ടാകത്തില്ല. ഇതൊക്കെ ആരായി പറയുന്നത്? എൻ്റെ മേമ പറഞ്ഞതാ. നീ ഉപയോഗിക്കുന്നില്ലേ? അയ്യോ, ഞാനല്ലല്ലോ അതിന് കൊച്ചുങ്ങളെ ഉണ്ടാക്കുന്നത്, ചേട്ടനല്ലേ. ഫോൺ തന്നെ. എന്തിനാ? താ ഫോൺ താ. ആ ഫോൺ ചെയ്താ ചെല്ലെണ്ണിക്ക് അവിടെ ചായ എടുത്ത് വെച്ചേക്കുന്നു. പോ ചെല്ല്. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്നെ കെട്ടിയെന്നും പറഞ്ഞ് ആ ചെറുക്കൻ കൂട്ടുകാരോട് മിണ്ടാൻ പാടില്ല, സ്വന്തം വീട്ടുകാരോട് മിണ്ടാൻ പാടില്ല. ഇതൊക്കെ നിനക്ക് തന്നെ ഓവറായിട്ട് തോന്നുന്നില്ലേ? ഓരോ ഓവറും ഇല്ല. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യ വേണം പ്രയോറിറ്റി, അല്ലാതെ കൂട്ടുകാരും വീട്ടുകാരും അല്ല. ഇടി ഇപ്പം തന്നെ ഒരു പ്രശ്നം വന്നപ്പോൾ നീ എൻ്റെ അടുത്ത് വന്നു. ആ ആള് പറയാണ് നീ എന്നോട് മിണ്ടാൻ പാടില്ല എന്ന്. നിനക്ക് എങ്ങനെ തോന്നും? ഞാൻ മിണ്ടത്തില്ല. ബെസ്റ്റ്. എനിക്ക് എങ്ങനെയാ വലുത്, അല്ലാതെ എൻ്റെ കൂട്ടുകാരല്ല വലുത്. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടോ എൻ്റെ വിഷമം പറയാനോ ഒന്നുമല്ല. നീ എൻ്റെ അടുത്ത് കുറേ നാളോട് ചോദിക്കുമല്ലേ ഞാൻ ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഏതാന്ന്. അത് നിനക്ക് തരാൻ വന്നതാ. വേണ്ടേ, ഇതാ ഹിമാലയയുടെ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ്. ഓ ഇതായിരുന്നു അതല്ലേ? ആ നീ എടുത്തോ. ഈ സോപ്പ് ഇട്ട് മുഖത്തൊരച്ച് മുഖത്തിൻ്റെ സോഫ്റ്റ്നെസ് ഒന്നും കളയണ്ട. ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഇത് 100% നീമിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ പിമ്പിൾസിന് കാരണമാകുന്ന 99.9% ബാക്ടീരിയാസിനെ ക്ലെൻസ് ചെയ്യുന്നു. ഇതേ നമ്മുടെ പിമ്പിൾസ് ഒക്കെ മാറ്റുമോ? ഇത് ക്ലിനിക്കലി പ്രൂവൺ ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വാഷിൽ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഇമ്പ്യൂരിറ്റീസ്, പിമ്പിൾസ്, ഡേർട്ട് ഇതിനെല്ലാം കളയുന്നു. അപ്പോൾ ഫേസ് ഡ്രൈ ആക്കില്ലേ? ഇല്ലടി, കാരണം ഇതിന് സ്കിൻ ഫ്രണ്ട്ലി pH ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവലിനെ ബാലൻസ് ചെയ്യുന്നു. അതുമാത്രമല്ല ഇത് സോപ്പ് ഫ്രീയുമാണ്, പാരബൻ ഫ്രീ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ട്രസ്റ്റ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ആദ്യം മുഖം കഴുകുക, എന്നിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഫേസ് വാഷ് എടുക്കുക. അതിനുശേഷം വളരെ മൃദുവായി സർക്കുലർ മോഷനിൽ ഫേസ് മസാജ് ചെയ്യുക. അതിനുശേഷം വാഷ് ചെയ്യുക. പെട്ടെന്നുള്ള റിസൾട്ടിന് ദിവസം 2 നേരം ഉപയോഗിക്കുക. അങ്ങനെ പിമ്പിൾ ഫ്രീ ഹെൽത്തി സ്കിൻ ഹിമാലയ പ്യൂരിഫൈയിങ് നീം ഫേസ് വാഷിലൂടെ ലഭിക്കും. ഇത് എവിടുന്നാ നീ വാങ്ങിച്ചേ? ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, ഹിമാലയയുടെ ആപ്പ്, വെബ്സൈറ്റ് ഇവിടെ എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കൂടെ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടും. താങ്ക്സ് എടി. എടി, ഞാൻ നിനക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നില്ലേ? ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നില്ലേ? ഇനി നീ പറ, ചേട്ടൻ എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ആ ഒരു ഐഡിയ ഉണ്ട്. നീ പുള്ളിയെ റൂമിൽ കയറ്റി പൂട്ടിയിട്, ഇത് നീ അതിൻ്റെ അകത്ത് കയറിയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്ക് ഒരുമിച്ചിരിക്കാം. എങ്ങനെയുണ്ട്? അത് കൊള്ളാം. ഓഫ്, ഇതുപോലൊരു പൊട്ടി. എഴുന്നേറ്റ് പോ. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നൊരു പ്രവണതയാണ് ബിസിനസ് ഡൗൺ ആവുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഉൾപ്പെടെ എല്ലാ ആൾക്കാർക്കും ബിസിനസ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികളാണ്. അപ്പോൾ ഈ ബിസിനസ്സിനെ പ്രോപ്പറായിട്ട് എങ്ങനെ കൊണ്ടുപോകുക, അതാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. പുതുതായിട്ടൊരു സംരംഭം തുടങ്ങുമ്പം അതെങ്ങനെ ഡൗൺ ആവാതെ ബിസിനസ് എങ്ങനെ ഡൗൺ ആവാതെ മുമ്പോട്ട് കൊണ്ടുപോകാം. ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് പ്ലാനാണ്. ഒരു ബിസിനസ് പ്ലാനാണ്. ആ ബിസിനസ് പ്ലാനിൽ എന്തൊക്കെയാണ് വേണ്ടത്? ഫിനാൻഷ്യൽ പ്ലാനിങ്. ഒരു നിമിഷം, എന്തുവാ ചേട്ടാ, കഴിച്ചായിരുന്നോ? കഴിക്കാൻ സമയമായല്ലോ, പിന്നെന്തുവാ? ഞാൻ സ്പെഷ്യലായിട്ടൊരു കാര്യം ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ബിസിനസ് പ്ലാനിങ്.
എന്തുവാ? ചേട്ടാ എന്തെടുക്കുവാ? ഞാൻ സെമിനാർ എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ വിളിക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. അല്ല ചേട്ടാ, ഓക്കെ. ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞു എന്തുവാ വേണ്ടേ? ചേട്ടാ എപ്പോഴാണ് ചേട്ടാ കഴിക്കുന്നത്? ഇത് ലഞ്ച് ടൈം ആകുമ്പോൾ ഞാൻ കഴിക്കും. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ചേട്ടാ എനിക്ക് എന്തുവാ വേണ്ടേ? ചേട്ടാ എനിക്ക് മിസ് ചെയ്യുന്നു ചേട്ടാ, ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. മിസ് യു ടു. ഞാൻ വിളിക്കാം. ചേട്ടാ എനിക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ്, കോമ്പറ്റീറ്റർ അനലൈസിസ്, എക്സിക്യൂട്ടീവ്സ്. എടോ എന്തുവാണോ തനിക്ക് വേണ്ടേ? ചേട്ടാ എന്നോടൊരു ഐ ലവ് യു പറയുമോ? ഐ ലവ് യു മതിയല്ലോ. ഞാൻ വിളിക്കാം. ഞാൻ ക്ലാസ് എടുക്കുമോ? ഞാൻ വിളിക്കാം. ചേട്ടാ എനിക്ക് പിന്നെ ഓക്കെ. നമ്മൾ എവിടം വരെയായിരുന്നു? ഫിനാൻഷ്യൽ പ്ലാനിങ്. എന്തുവാടി? ചേട്ടാ എനിക്കൊരു സെൽഫി എടുത്ത് അയച്ചു തരുമോ? എന്തൊക്കെയാണ് ഇപ്പോൾ സെൽഫി? പ്ലീസ് ചേട്ടാ എനിക്കൊരു സെൽഫി എടുത്ത് അയച്ചു തരുമോ? പ്ലീസ് ഇരിക്കുന്നവരൊക്കെ നോക്കുന്നുണ്ട്. പ്ലീസ് ചേട്ടാ പ്ലീസ്. ശരി എന്നാ. ഒരു നിമിഷേ, ഇവിടെ റേഞ്ചിൻ്റെ വിഷയം ഉണ്ടെന്ന് തോന്നല്ലോ. കോള് കട്ടായി പോകുന്നു. റേഞ്ചിൻ്റെ വിഷയമുണ്ടേ. ഓക്കെ. പഠിക്കുന്നവന്മാർക്ക് ഒന്നിനും ഒരു വിവരവും ഇല്ലല്ലോ ദൈവമേ. ഇമാരൊക്കെ നാളെ ബിസിനസ് തുടങ്ങി എന്തോ. ഇവളെന്തിനാ ഇപ്പോൾ വിളിക്കുന്നത്? എന്തോ അടി? ഹലോ ചേട്ടാ എന്തെടുക്കാ? ഞാൻ ഓഫീസിലാണ്. ഓഫീസിലോ? എന്നിട്ട് എന്തൊരു എക്കോ? ഞാൻ ബാത്റൂമിലാ. ഓഫീസിലോ ബാത്റൂമിലോ? അതെന്തുവാ ബാത്റൂമിൽ ഓഫീസ് ഇല്ലയോ? ആ എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നു ചേട്ടാ. നീ വെച്ചേ, ഞാൻ വിളിക്കാം നിന്നെ. എന്തോ അടി? ചേട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു ചേട്ടാ. എൻ്റെ പൊന്നു മോളെ, ഈ കൂട്ടും വലിച്ചു കയറ്റിയിട്ടുണ്ട് ക്ലോസറ്റിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുക എന്നുള്ളതേ ചില്ലറ കാര്യമല്ല. ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നിന്നെ വിളിക്കാം. ചേട്ടി ചേച്ചി എന്തുവാ? എനിക്കൊരു ഫോട്ടോ എടുത്താ ചേട്ടാ. എടി എന്തോത്തിനാടി ഇപ്പൊ സെൽഫി? ഞാൻ ബാത്റൂമിൽ നിൽക്കുക. ഞാൻ ഇപ്പൊ ഇറങ്ങാൻ പോകും. ഇറങ്ങിയിട്ട് ഞാൻ വിളിക്കാം നിന്നെ അങ്ങോട്ട്. പറ്റത്തില്ല, ഇപ്പൊ എനിക്ക് അയക്കണം, ഇപ്പൊ എനിക്ക് കാണണം. ഞാനിപ്പോൾ അയച്ചുതരാം. തെളിവ് സഹിതം ഉണ്ടാകണം. ഏട്ടാ എൻ്റെ ചുണ്ടിൽ കടിച്ച ഉറുമ്പിനെ ഏട്ടൻ എന്താ കൊല്ലാഞ്ഞേ? പേരും അഡ്രസ്സും പറഞ്ഞ് ഞാൻ പോയി കൊന്നിട്ട് വരാം. അല്ല ചേട്ടനോട് അത്രേ ഉള്ളൂ സ്നേഹം. എനിക്ക് ചേട്ടന് എന്ത് ഇഷ്ടമാണെന്നറിയോ? എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ അച്ഛനെ അമ്മയെക്കാട്ടിലും ചേട്ടനെ എനിക്കിഷ്ടം. എനിക്ക് ജീവനാ. നമ്മൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുന്നില്ലേ? ഉണ്ട്. എങ്കിൽ പറ, എനിക്ക് ചേട്ടനെയാണോ ചേട്ടൻ എന്നോടാണോ കൂടുതൽ ഇഷ്ടം? നിനക്ക് എന്നോട്. എന്താ അപ്പോൾ ചേട്ടൻ എന്നോട് ഇഷ്ടമല്ലേ? ഓ എനിക്ക് ഇഷ്ടമാണേ. ചേട്ടാ ഞാൻ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ? ഈ ജന്മവും അടുത്ത ജന്മവും വരും ജന്മങ്ങളിലും എല്ലാം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കണേന്ന്. ഹലോ അളിയ, എടാ എന്തോടാ ഒരു മുന്നറിയിപ്പില്ല? നീ എന്ന് വന്ന്? എന്നിട്ട് കുറച്ച് ദിവസമായി. എടാ
ഒന്ന് വിളിക്കണ്ടേടാ. ഞാൻ നിന്നെ വിളിച്ചാടാ പറയേ, നീ ഇതാ ഫോൺ എടുക്കാൻ. എൻ്റെ ഫോൺ എന്തോ ബിസി. ഞാൻ വൈകുന്നേരം വന്നാൽ ഫ്രീ ആടാ. എന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. നീ നേരത്തേക്ക് വിളിക്കുമ്പോൾ എപ്പോഴും ഞാൻ അവൈലബിൾ അല്ലായിരുന്നു. അടങ്ങിയിരിക്കും. എന്തുവാ എടാ ഞാനും വിളിച്ചു, നീ ബിസി ആയിരുന്നു. എന്തോ ബിസിയാടാ. എന്തിനീ കള്ളത്തരം പറയുന്നേ? നീ 2 എണ്ണം കല്യാണത്തിന് വന്നില്ല കേട്ടോ. ചേട്ടാ ഞങ്ങൾ നിന്നോട് കള്ളം പറയുന്നേ. ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ രണ്ടുപേരും നിന്നെ വിളിക്കുക. ഇതെന്താ പറ്റി കൊച്ചിന്റെ ചുണ്ടില്? ഉറുമ്പ് അടിച്ചതാ. ആ എന്നാലും എന്താണ് നീ വിളിച്ചിട്ട് എടുക്കാത്തത്? നീ ബിസിയാണല്ലോ ഫുള്ള്. എടാ നീയൊന്നും എടാ എന്തിനാളിയാ കള്ളത്തരം പറയുന്നത്? നീയൊക്കെ ഒന്ന് വിളിച്ചു തന്നെ ആദ്യമേ ഒന്ന്. വീടാ വിശ്വാസമാവട്ടെ. നീ വേറെ വല്ല നമ്പറിലോട്ടും ആയിരിക്കും വിളിച്ചത്. അടങ്ങിയിരിക്കും. എന്തുവാ കണ്ടോടാ, ഞാൻ കള്ളമല്ല പറഞ്ഞ കളിയാ. നീ ബിസിയാ നിന്നെ വിളിക്കുമ്പോ. അതിനകത്ത് വരുന്നത് പോലും ഇല്ല. എടാ നീ ആ ഫോണിൽ വന്നേ. അതാണ്ടാ നമ്മുടെ 2 പേരെ നമ്പർ ബ്ലോക്ക് ലിസ്റ്റില്ല. എന്താ കല്യാണത്തിന് വരാത്ത എൻ്റെ ദേഷ്യത്തിലാണ് നീ പിള്ളേരെ പോലെ ബ്ലോക്ക് ചെയ്തത്? ഞാനൊന്നും ബ്ലോക്ക് ചെയ്തില്ലളിയാ നിങ്ങളുടെ കണ്ടത്. നോക്കട്ടെ. അയ്യോ ചേട്ടാ, ഓർക്കുന്നില്ലേ ഫോൺ തകരാറിലായിട്ട് നമ്മൾ ആ കടയിൽ കൊടുത്തത്? അപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഫോൺ ശരിയാക്കുമ്പോൾ കുറച്ച് നമ്പർ ബ്ലോക്ക് ആവുമെന്ന്. അങ്ങനെ ആയിരിക്കും ചിലപ്പം. അയ്യോ കഷ്ടം. നിങ്ങൾ ഒത്തിരി ട്രൈ ചെയ്തല്ലേ? എന്താ കൃത്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം നമ്പർ ബ്ലോക്കായേ? ആ അതാ ഞാനും ചോദിക്കുന്നത്. എൻ്റെ ഒരു നമ്പർ നോക്കാം. പോയെ എന്തിനാ? പോ, ഞാനവിടെ ചായ എടുത്ത് വെച്ചേക്കുന്നു. പോ. കുടിക്കാൻ വെള്ളം വല്ല എടുക്കാം. ചേട്ടനോട് വാ. പോ. ചേട്ടനോട് വാ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കാവേ. ഞാനേ പോയിട്ട് ഫസ്റ്റ് ലീവ് വന്നല്ലേ, അപ്പോൾ ചെറിയൊരു പാർട്ടിയൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തായിരുന്നു. അതാ നിന്നെ വിളിച്ചേ. നമ്പരേ എന്തോ പറ്റിയാന്ന് തോന്നണേ. എന്തെങ്കിലും ഇറർ വല്ലതും ആയിരിക്കും. ചേട്ടാ ആ ഒന്നിങ്ങോട്ട് വരുവോ? എടാ ഞാൻ എന്താ വരുന്നത് കേട്ടോ. നിങ്ങൾ ആ TV എല്ലാം വേണം വെച്ച് കണ്ടോ. എന്താ വരുന്നത്? ചേട്ടാ ഒന്നിങ്ങോട്ട് വരുവോ? എന്തോ ചേട്ടാ എൻ്റെ കൂടെ നിൽക്കൂ ചേട്ടാ, നമുക്ക് ഒന്നിച്ച് ജ്യൂസ് കലക്കാം. വീട്ടിൽ വിരുന്നുകാർ വന്നിരിക്കുന്നത് കണ്ടില്ലേ? ഞാൻ നിൻ്റെ കൂടെ അടുക്കളയിൽ നിന്നാൽ മതിയോ? ഞാൻ അവനോട് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ നീ പോയിരുന്ന് സംസാരിക്കും. ഞാൻ ഇവിടെ ജ്യൂസ് കലക്കാം. അടങ്ങിയിരി ചെല്ലു ചേ. ഓ പറയാടിയാ. പിന്നെ വേറെ എന്തുകൊണ്ട് വിശേഷം? ഇങ്ങനെ പോകുന്നു. പിന്നെ വന്നിട്ട് ചെറിയ ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ. ചേട്ടാ ഞാൻ എന്താ വരുന്നത്? TV വെച്ച് കാണും നിങ്ങൾ. ഓ പോയിട്ടോടാ. എന്തുവാ? പാത്രം എടുത്തു. പാത്രം എടുത്തെങ്കിൽ പഞ്ചാരയും പൊടി അതിനകത്ത് ഇട്ട് കലക്കൊന്ന്. എന്തിനാ എന്നെ അവിടെ നിന്ന് എപ്പോഴും വിളിക്കുന്നത്? എന്തോ നിനക്ക് വേണ്ടേ? പഞ്ചാര അവിടെ ഇരിക്കുവാ. പഞ്ചാര അവിടെ ഇരിക്കുന്നത് നിനക്ക് എത്തുമല്ലോ. എടുക്ക അങ്ങോട്ട്. ചേട്ടാ എനിക്ക് മിസ് ചെയ്യുന്ന ചേട്ടാ, എൻ്റെ കൂടെ ഇരിക്കുവോ? പിന്നെന്തോ കളിയാ പറ. നമ്മളിവിടെ ഒരു അഭിഷേകം ഉണ്ടായിരുന്നല്ലോ. അഭിഷേക് ചേട്ടാ ഞാൻ എന്താ വരുന്നല്ലേ? TV വെച്ച് കാണും നിങ്ങൾ. എന്താ വരുന്നത്? എന്തുവാ? ടാങ്കിന്റെ പൊടി കലക്കണം. ടാങ്കിന്റെ പൊടി കലക്കാൻ നിനക്ക് 2 കൈയില്ലേ? നിനക്ക് അങ്ങോട്ട് കലക്കിക്കൂടായോ? ഞാൻ വാ വെച്ച് സംസാരിക്കുന്ന അവിടെ എൻ്റെ 2 കൂട്ടുകാരന്മാരിരിക്കുന്നു. അവരുടെ മുന്നിൽ നിന്നെ നാണം കെടുത്തണ്ടെന്ന് വെച്ചിട്ടാ കേട്ടോ. ഞാൻ അറിയാത്തോണ്ട് ചോദിക്കും എന്നെ തോന്നി നീ എങ്ങനെ കടന്ന് വിളിക്കുന്നത്? ഞാനൊരു വാക്കെങ്കിലും അവന്മാരോട് സംസാരിച്ചോട്ടെ. ഒരു വാക്ക്. അവന്മാർ പോയാലും എൻ്റെ അടുത്ത് തന്നെ അല്ലയോ നീയേ? അഭിഷേകിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? എടാ അവന്റെ കല്യാണം നിന്നെ വിളിച്ചായിരുന്നു. ചേട്ടാ ഞാൻ പോയിട്ടില്ല. നിങ്ങളെന്താ TV വെച്ച് കാണാത്തേ? അലക്സാ പ്ലേ മ്യൂസിക് ഓണായത്. റിമോട്ടില്ല, ഞങ്ങൾ എന്താ സാമാനം വെച്ചാൽ ഓണാക്കുന്നത്? ചേട്ടാ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. അത് ഞാൻ നിങ്ങളെ TV എന്താ വെച്ചാൽ കാണുക കേട്ടോ. അവന്റെ കല്യാണം വലിയ പരിപാടി ഒന്നുമില്ല. ചെറുപാട് പറഞ്ഞു നമ്മളെല്ലാവരും വേണമെന്ന് പറഞ്ഞേ. ഇവിടെ ആനെ കെട്ടിട്ടുണ്ട് അടുത്ത വശത്ത്. എന്ത് കോപ്പാ എനിക്കറിയില്ല. വർഷം ശേഷം കണ്ട ചേട്ടോ എന്തുവാ നിനക്ക് വേണ്ടേ?
കൊല്ലടി എന്നാ തലക്കടിച്ച് എന്നെ കൊല്ല്. ഇത് തുറക്കാൻ പറ്റുന്നില്ല. ഇറങ്ങി ഞാൻ പൊട്ടിക്കും. കൊല്ലല്ലേ തലക്കടിച്ചങ്ങ് നീ കൊല്ല്. ഓരോരുത്തരെല്ലാം പോകണോ? എൻ്റെ പൊന്നടാവേ ഒന്നും പറയണ്ട. പോയോ? എനിക്ക് ഇവനൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ ഇങ്ങനെ സ്തംഭിച്ചങ്ങ് നിന്നുപോയി. ഒന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ അവസ്ഥ. വാറ്റില്ലേ? മാറ്റില്ലേന്നോ? അടുത്ത ആഴ്ച പ്രണാദിൻ്റെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ഏതാ? തെങ്ങും പൂക്കില്ല. നെല്ലിക്കയില്ലേ? നെല്ലിക്ക തീർന്നില്ലേ? അന്ന് അവിടെ എല്ലാം കൂടെ കെട്ടിപ്പറക്കി കൊണ്ടുവന്നില്ല എല്ലാം കൂടെ. ഇഷ്ടം പൊന്നടി. ഞാനും അച്ഛനോട് ഒരു ദിവസേ നെല്ലിക്കായിരുന്നു നമ്മൾ അടിച്ചത്. നെല്ലിക്കയുടെ വാറ്റ് മേടിച്ചിട്ട് ഞങ്ങൾ മാക്കരി അടിക്കാൻ പോയിട്ട് പാത്തി തിരിച്ചിട്ടേക്കും ഇല്ലയോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞ് എടാ തോണ്ടൊരു ഇത് കിടക്കുന്നത് എന്തുവാ അതെന്ത് വരാലേ വരാലി കിടക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെട്ടച്ചാന്ന് പറഞ്ഞു. അച്ഛൻ കയറി ഒറ്റ വെട്ട് നോക്കിയപ്പോൾ എന്തോ പൊളവൻ തലേന്ന് അവിടെ ഉത്തരമായി വെട്ടിയെടുത്ത് പൊളവനെ വെച്ചിട്ട് ഇങ്ങനെ അച്ഛൻ പറയുന്നത് ഇത് വരാല് തന്നെ നമുക്കിത് വറക്കാവുന്ന. ഇവൻ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തോ അടിച്ച് പറ്റായിട്ടിരിക്കുമല്ലോ. എന്തോ ചെയ്യാനാന്ന് പറയാൻ. കണ്ണനൊക്കെ എന്ത് വെച്ചാ? കണ്ണന് അവൻ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ പോയാ? കഴിഞ്ഞ ദിവസം പോയി. അവനും എല്ലാവരും കൂടെ പ്ലാൻ ചെയ്താൽ അടുത്ത ആഴ്ച എടുക്കാനുള്ള കാര്യം. അപ്പോഴത്തേക്ക് അവൻ വന്ന് അവനങ്ങ് പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ ആരുണ്ട്? ഞാനുണ്ട്, നീയുണ്ട്, അവനുണ്ട്. പിന്നെ ലവന്മാരോട് വിളിച്ചോട്ടെ, എൻ്റെ കൂട്ടുകാരില്ലേ അമ്മ കഴിഞ്ഞ വട്ടം എന്നെ മില്ല് വെച്ച് കണ്ടപ്പോഴും അമ്മേൻ്റെ അടുത്ത് ചോദിച്ചു. അതൊക്കെ എന്താ രസമായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരുത്ത വന്നിട്ടില്ലേ കൂടെ വല്ലതുണ്ടല്ലേ? അവനും പറഞ്ഞു. അവനൊരു ചോദിച്ചോണ്ടിരിക്കുമായിരുന്നു. എന്തുമായാലും എൻ്റെ പൊന്നു മോളെ, ഞങ്ങൾ ആ ഒരു രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 ഉത്സവത്തിൻ്റെ പ്രതീതി അവിടെ. ഞാൻ ഇവനെ എൻ്റെ കൂട്ടുകാരന്മാർ പിന്നെ കൊച്ചച്ഛന് പിന്നെ നമ്മുടെ വീടിനപ്പുറത്തുള്ള 2 കൊച്ചാട്ടന്മാർ. എൻ്റെ പൊന്നെ പാട്ടും മേളമൊക്കെ ആയിട്ട് എന്തോ ബഹളം അവിടെ. ന്യൂ ഇയറിനാണ് അച്ഛനെ കാണേണ്ടത്. അച്ഛൻ മുണ്ടിരിച്ചങ്ങ് തലയിച്ചിട്ട് പാറപ്പുറത്ത് പോയി ഞങ്ങൾ താരം എടുത്തോണ്ട് മുണ്ടിരി ഞങ്ങൾ തറ ചുറ്റി പാറപ്പുറത്ത് കിടന്ന് കളി തുടങ്ങി. അച്ഛൻ കളിയെന്നും പറഞ്ഞാൽ 1-1.5 കളി. പിറ്റേന്ന് വീട്ടിൽ വന്നപ്പോൾ എന്തോ അമ്മച്ചിയാണെങ്കിൽ ഒരു തരത്തിൽ പരിക്കത്ത് കയറ്റത്തില്ല എന്നെ ഇവനെ. പിന്നെ അടുക്കള വഴിയൊക്കെ എങ്ങനെ കയറി അന്നത്തെ 2 ദിവസം അവളോട് മിണ്ടിയില്ല. ഞാനേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? എടുത്തോ. അന്നത്തെ ദിവസം വന്നേക്കണം നേരത്തെ. ഇന്നേ അങ്ങ് വരാം. അന്നു എന്നോട് പോരെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഒന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല. ഇരിക്കില്ലോ, എടുക്കാതിരിക്കില്ല. ഇങ്ങനെ ഞാൻ കൊണ്ടിരുന്നേ. എൻ്റെ സാധനം ഇരിപ്പില്ലേ? എന്നാ അച്ഛൻ്റെ നമ്പർ ബ്ലോക്ക്. ഫ്രണ്ട്സ് പേരെന്തായിരുന്നു? അനി ബ്ലോക്ക്. ശാന്തനു ബ്ലോക്ക്. ബ്ലോക്ക്. എല്ലാവരെയും ബ്ലോക്ക് ചെയ്തു. ഇരുന്നപ്പം കുഴപ്പമില്ല, ഞാൻ ഇവിടെ വെച്ചേക്കാം. എടാ എവിടാ? ഞാൻ വെളിയിലുണ്ട്. ഇങ്ങോട്ട് വാ. എന്ത് ആ എടാ വാടാ. എങ്ങോട്ടളിയാ? സിനിമയ്ക്ക്. ഏത് പടം? ബസ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ബസ്സൊക്കെ പോകാം. ഞങ്ങൾ 2 പേരുണ്ട്. എടാ നമുക്ക് 4 പേർക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് നീ വാ. എന്നാ വേഗം പോട്ടോ. ലേറ്റ് ആക്കല്ലേ, 15 മിനിറ്റുള്ളേ പടം തുടങ്ങാൻ. അതെ, എന്താ പ്ലാൻ? എന്താ പ്ലാൻ? പോവില്ലേ നമ്മള്? പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതുവരെ പരിചയമില്ലല്ലോ. എടേ എൻ്റെ ഫ്രണ്ട്സ് അല്ലേ ഇന്നലെ കൂടെ വന്നില്ലേ, പിന്നെ എന്താ കുഴപ്പം? നമ്പർ എന്നോട് ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇത് അവരുടെ കൂടെ ഒരു കാര്യം ചെയ്യും, അവരുടെ ടിക്കറ്റിങ് തരാൻ പറ, നമുക്ക് 2 കൂടെ പോകാം. എടേ നമ്മൾ 2 കൂടെ എങ്ങനെയാണ് പോകുന്നത്? ആ ടിക്കറ്റ് മേടിച്ച് നമ്മൾ ആ തിയേറ്ററിൽ തന്നെ പോകുമ്പോൾ അമ്മരെ കാണത്തില്ലേ, മോശമില്ലേ? അത് മാത്രമല്ല അവൻ്റെ ട്രീറ്റ് കൂടാ. എന്നാൽ ഒരു കാര്യം ചെയ്യും, ടിക്കറ്റ് വേസ്റ്റ് ആക്കണ്ട, നിങ്ങൾ പൊക്കോ. നീ ഇല്ലാതെ എങ്ങനെയാണ് പോകുന്നത്? ഞാനിവിടെ ഇരുന്നോളാം. ഒരു 2-3 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, സെറ്റാക്കാം. ശരി. അതെ അതെങ്ങനെയാണ് ശരിയാവും? ഞാൻ അവരോട് എന്തോ പറയും. എനിക്ക് വയ്യെന്ന് വല്ലതും പറ, അപ്പോൾ ഓക്കെ ആവും. തലവേദനയെന്ന് പറഞ്ഞു. കുഴപ്പമില്ലേ? പൊക്കോ. ഉറപ്പാണ്? കുഴപ്പമില്ല, പൊക്കോ. ഞാൻ പോട്ടെ. ആ ശരി എന്നാൽ നമ്മൾ വെയിറ്റ് ചെയ്യില്ലയോ?
കഥ അടച്ചോ. ശേ, അവക്കൂടെ വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നടാ. അവൾക്ക് പെട്ടെന്നൊരു തലവേദന. അല്ലേ അവളൂടെ വന്നേനെ. സാരമില്ല. അയ്യോ എടാ, വണ്ടി സൈഡിലോട്ട് നോക്കിക്കേ. എടാ പിന്നെ അവളുടെ മാമനൊരു അറ്റാക്ക്. അവളെ വന്ന് എൻ്റെ മെസ്സേജ് അയച്ചു. എനിക്ക് അങ്ങോട്ട് വീട്ടിലോട്ടൊന്ന് പോകണമായിരുന്നു. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഷോ മുടക്കണ്ട, നിങ്ങൾ എന്നെ ഇവിടെ ഇറക്കിയേക്ക്. നിങ്ങൾ വിട്ടോ, കുഴപ്പമില്ലേ, നിങ്ങൾ വിട്ടോ. വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ വിട്ടോ. ശരിടാ എന്നാ കേട്ടോ. ഓക്കെ ഓക്കെ. ആ ഓക്കെ ഓക്കെ. ആ പറഞ്ഞോ മാഡം. ഇല്ല 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 ഇല്ല, ആ ഫയൽ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് മാഡം. അത് മിസ്സായിട്ടില്ല. ഞാൻ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സ്റ്റാഫ് എൻ്റെ കൊണ്ട് തന്നു. ഞാൻ മാഡത്തിൻ്റെ റൂമിലോട്ട് കൊണ്ടുവന്നില്ലെന്നേ ഉള്ളൂ. ആ ഞാൻ രാവിലെ വരുമ്പോൾ അങ്ങ് എത്തിക്കാം. ആ വാ കിടക്കാം. 12:30 ആ എന്തോ മാഡം? 12:30 കിടക്കാവുന്ന. ഇല്ല ഇല്ല, ഞാൻ ഞാൻ ചോദിച്ചായിരുന്നു. ഇല്ല, അവർക്ക് ആ ഓർഡർ എല്ലാം ഓക്കെ ആണ്. വിളിക്കുന്നേ ആരോടെ ഈ രാത്രി സംസാരിക്കുന്നേ? ആ എന്തോ മാഡം? എന്റെ കൂടെ കിടക്കാനെന്ന് വന്നു. ഒന്നും മിണ്ടാതിരിക്കടി, ഓഫീസിൽ നിന്ന് മാഡമാ വിളിക്കുന്നത്. മാഡം വന്നെങ്കിൽ 12:30 കഴിഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. ഒന്നും മിണ്ടാതിരി. സ്റ്റാഫിന് ഏത് മാഡം 12:30 കഴിഞ്ഞ് വിളിക്കുന്നത്? ആ ആ ശരി ശരി. മാഡം സ്റ്റാഫിനെ 12:30 കഴിഞ്ഞ് വിളിക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത്രയ്ക്ക് സോക്കേടാണെങ്കിൽ മാഡത്തിന്റെ ഭർത്താവിനോട് അങ്ങ് സംസാരിക്കും. എന്ത് ബോസ് ആയി കഴിഞ്ഞാലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കേട്ടോ. മാഡം മാഡം സോറി മാഡം, ഞാൻ വിളിക്കാം. ഞാൻ രാവിലെ വിളിക്കാം. നീ എന്തോ കാണിച്ചേ? മനസ്സിലായില്ലയോ കാണിച്ചത് എന്തുവാന്ന്? എടി എന്റെ ഓഫീസിലെ മാഡം എന്നെ വിളിച്ചത്. ആ മാഡം എന്തിനാ ഈ രാത്രി വിളിക്കുന്നത്? ഓഫീസിലെ കാര്യം ഓഫീസില്. എടി ഇത്രയും നാളിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും പെണ്ണുങ്ങൾ എന്നെ ഈ സമയത്ത് വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ? നീ കേട്ടിട്ടില്ലല്ലോ. ഇത്രയും നാളും കാണിക്കുന്നൊന്നും അല്ലല്ലോ ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ എന്നോട് മിണ്ടാൻ സമയമില്ല, എന്റെ കൂടെ ഇരിക്കാൻ സമയമില്ല, എന്നെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകാൻ സമയമില്ല. ഈ സമയം അച്ഛനും ഫ്രണ്ട്സും ഓഫീസിലെ കുറെ സാമാനങ്ങളും. എന്റെ ദൈവമേ, നാളെ ഇനി ഓഫീസിൽ ചെല്ലുമ്പോ എന്റെ ജോലി പോവല്ലോ. പിന്നെ അത്രയ്ക്ക് നോക്കുകയാണെങ്കിൽ അവളുടെ ഭർത്താവിനെ വിളിച്ച് സംസാരിക്കട്ടെ. എന്റെ ഭർത്താവിനെ വിളിച്ചിട്ടല്ല അവിഹിതം ഉണ്ടാക്കേണ്ടത്. അതെ ആ വന്നോ? എന്നെ ഓഫീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. നന്നായിപ്പോയി. ഇനി എന്നും എൻ്റെ കൂടെ കാണൂല, പെൺപിള്ളേ അടുത്ത് പോകത്തില്ലല്ലോ. കാണൂടി, എന്നും നിന്റെ കൂടെ കാണും. 2 ദിവസം കഴിയുമ്പം പോസ്റ്റ്മാൻ ഒരു ലെറ്റർ ഇവിടെ കൊണ്ട് തരും. ഡിസ്മിസ് ലെറ്റർ ആയിരിക്കും. ഡിസ്മിസ് ലെറ്ററാ? എൻ്റെ ജീവിതത്തിൽ നിന്ന് നിന്നെ ഡിസ്മിസ് ചെയ്ത ലെറ്റർ. ഞാൻ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടാണ് വന്നത്. 2 ദിവസം കഴിയുമ്പം പോസ്റ്റ്മാൻ ഇവിടെ കൊണ്ട് തരും. അച്ഛനും അമ്മയും മോളോട് എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ. അതെങ്ങനെ ശരിയാവുന്നേ? അതേ ശരിയാവത്തുള്ളൂ. അതങ്ങനെ ചുമ്മാ അങ്ങ് ഡിവോഴ്സ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാൻ സംശയിച്ചല്ലേ സത്യം വരുന്നില്ലേ? നിങ്ങൾക്കും അവർക്കും തമ്മിൽ ബന്ധമുണ്ടല്ലേ? ഓ
അപ്പൊ എന്റെ ജീവിതത്തിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ടല്ലേ? എങ്ങനെ ശരിയാവുന്നേ അത്? ഞാൻ സമ്മതിക്കത്തില്ല. എന്നെങ്കിലും എനിക്ക് ജീവിതത്തിൽ ഒരു സമാധാനം നീ തന്നിട്ടുണ്ടോ ഈ കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസത്തിനിടയ്ക്ക്? എടി നീ എന്നെ ആരെയൊക്കെ അകറ്റി? എൻ്റെ അച്ഛനെ, എൻ്റെ കൂട്ടുകാരെ, ഈ സമൂഹത്തിലുള്ള പല ആൾക്കാരെ എന്നെ നീ അകറ്റി. അതൊക്കെ ഞാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ? നിങ്ങളെ എനിക്ക് മാത്രം വേണം. എന്ത് സ്നേഹമാണ് നിനക്ക് എന്നോടുള്ളത്? നീ സ്നേഹമാന്ന് പറഞ്ഞ് കാണിച്ച് എന്നെ വീർപ്പ് മുട്ടിച്ച് നീ ടോക്സിക് ആവുമല്ലായിരുന്നോ? നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോ, ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങളെ ഞാൻ വിടത്തില്ല. നീ സമ്മതിക്കണ്ട. ഞാൻ നീയുടെ കോടതി തോറും കയറി ഇറങ്ങി വർഷങ്ങളോളം കേസ് പറഞ്ഞു. എനിക്ക് നിങ്ങളെ വേണം. ഒന്ന് പോയേടി ഒന്ന്. പോവരുത്. എനിക്ക് നിങ്ങൾ ഇല്ല. എനിക്ക് ഞാൻ സ്നേഹം കൊണ്ട് ഇനി ഞാൻ നന്നായിട്ട് ജീവിച്ചോളാം. ഞാൻ പറയുന്നില്ല. എനിക്ക് പറ്റില്ല. പെട്ടെന്ന് എന്ത് സംഭവിച്ചേ? പെട്ടെന്നൊന്നും അല്ല അച്ഛാ, ഇത് കുറെ കാലമായി തുടങ്ങിയിട്ട്. ഞാൻ പിന്നെ അച്ഛന് വിഷമമാവണ്ടെന്ന് പറഞ്ഞു ഞാൻ അച്ഛനോട് പറയാതെ. എടാ മോനെ, ഞാനന്ന് വന്നപ്പോൾ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അച്ഛനവിടെ വന്നിരുന്നപ്പോൾ അങ്ങനൊന്നും അല്ലായിരുന്നു. അച്ഛൻ പോയി കഴിഞ്ഞ് എന്തോ സംഭവിച്ചെന്ന് അച്ഛനറിയാം. അച്ഛൻ പോയോ? ഇപ്പം കൊണ്ട് പോയടി. ആണോ? ചായ എടുക്കുമായിരുന്നു. ചായ എന്ന് പറഞ്ഞാൽ അച്ഛൻ നന്നായി ഷുഗറാ. ഒത്തിരി നേരമായി പോയിട്ട്? കുറച്ചു നേരമായി. ആണല്ലേ? നിങ്ങളെന്താ കൂടെ പോവാഞ്ഞേ? വലിയവായി പറയുന്നത് കേട്ടല്ലോ കൂടെ പോവെന്ന്. അപ്പൊ ഞാൻ പിന്നെ ആരുടെ കൂടെ ജീവിക്കൂടെ? ഞാൻ ആരുടെ കൂടെ ജീവിക്കണമെന്നാ പറയുന്നത്? കള്ളൂടിയ അച്ഛനും കള്ളൂടിയ മോനും. എന്നെ എന്തിനാ കിട്ടിയത്? രണ്ടു പേർ കൂടെ അങ്ങ് ജീവിച്ചാ പോരായിരുന്നോ? നിനക്ക് എന്തോ അടി? എനിക്കെന്തെങ്കിലും ഭ്രാന്ത് പിടിക്കുന്നു. ഞാൻ നിങ്ങളുടെ മുഖത്തോട്ട് എത്ര നേരം നോക്കി. എന്റെ ചുണ്ടത്ത് എന്താ ഉറുമ്പ് കടിച്ചെന്ന് ചോദിച്ചോ? നിങ്ങൾ മിസ് ചെയ്യുന്നെന്ന് പറഞ്ഞു. അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കുമല്ലായിരുന്നോ? ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്നും നോക്കിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? അതെങ്ങനാ? എന്നോട് സ്നേഹം ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനിയും നിങ്ങളുടെ അച്ഛൻ ഇവിടെ എങ്ങാനും കയറിയാണ്ടല്ലോ. താണ്ടേ അച്ഛനെ വല്ലതും പറഞ്ഞോണ്ടല്ലോ എന്റെ തനി സ്വഭാവം നീ കാണും. എടി ഇത്രയും നാളിൻ്റെ ഇടയ്ക്ക് ആ മനുഷ്യൻ എന്തെങ്കിലും കാര്യത്തിന് ബുദ്ധിമുട്ടിക്കാൻ ഇവിടെ വന്നിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായി. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താ വന്നിട്ടില്ലയോ? എത്ര വട്ടം വന്നിട്ടുണ്ട്? 3 വട്ടം വന്നിട്ടുണ്ട്. 3 വട്ടം ഞാനാ ചായ ഉണ്ടാക്കി കൊടുത്തേ. ഇത് 3ാമത്തെ വട്ടം. ചായ ഉണ്ടാക്കുന്നതിന് മുമ്പേ പോയി, ഇല്ലെങ്കിൽ ഞാൻ വിഷം കലിക്കാൻ അതിനകത്ത്. ഇനി മേല നിങ്ങൾ എന്റെയാ, എന്റെ മാത്രമാ, വേറെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. വേണ്ടേ? ആ സ്നേഹം കാണാൻ അച്ഛനും പകുത്തു കൊടുത്താലുണ്ടല്ലോ. എടി ഇവിടെ നിന്റെ കൂടെ ഒരാഴ്ച ഞാൻ ജോലിയും കളഞ്ഞിട്ട് ഇവിടെ നിന്നിട്ടുണ്ട്. നിനക്ക് മിസ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് നിന്നിട്ടുണ്ടോ? അത് കൂടാതെ ജോലിയുടെ പകുതിക്ക് വെച്ച് ഞാൻ വന്നിട്ടുണ്ട്. ഹാഫ് ഡേ ലീവ് എടുത്ത് നിനക്ക് മിസ് ചെയ്യുന്നു പറഞ്ഞിട്ട് നിന്നെ എവിടെയൊക്കെ കറങ്ങാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഒരാഴ്ച നിന്നേക്കോ, അതിന്റെ അടുത്ത ആഴ്ച നിങ്ങൾ ജോലിക്ക് പോയില്ലയോ? ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാ. ഞാൻ ഈ വീട്ടിൽ എങ്ങനെയൊക്കെ സഹിച്ചാ ജീവിക്കുന്നത് അറിയാമോ? ഒറ്റയ്ക്ക് ആരോട് സംസാരിക്കാനില്ലാതെ. എനിക്ക് നിങ്ങളെ ഉള്ളൂ. നിങ്ങൾ എൻ്റെ അടുത്തൊന്നും പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. കൂട്ടുകാരും വേണ്ട, ആരും വേണ്ട, ഞാൻ മാത്രം മതി. സത്യം ചെയ്, സത്യം ചെയ്, സത്യം ചെയ്. ഞാൻ സത്യം ചെയ്യത്തില്ല. സത്യം ചെയ്. അച്ഛൻ ഈ വീട്ടിൽ കയറത്തില്ലെന്ന് സത്യം ചെയ്. എന്റെ അച്ഛൻ ഈ വീട്ടിൽ കയറും. സ്നേഹിക്കണം. എനിക്ക് വേദനിക്കും. സത്യം ചെയ്. എന്നെ സ്നേഹിക്കണം. എന്താ എന്നെ സ്നേഹിക്കാത്തെ? എന്നെ സ്നേഹിക്കൂ. സത്യം ചെയ്. എന്റെ ശരീരം ഉപദ്രവിക്കരുത്. എനിക്ക് വേദനിക്കും. സത്യം ചെയ്. സത്യം ചെയ്. എന്റെ അച്ഛനെ സത്യം ചെയ്. ശരി. സത്യം. വേദനിച്ചോ? നല്ല സുഖമായിരുന്നു. സോറി, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ. ചായ എടുക്കട്ടെ? ചായ എടുക്കട്ടെ? വിഷമിക്കണ്ട കേട്ടോ. ഐ ലവ് യു. ഐ ലവ് യു.
അപ്പോൾ എന്തുവാ നിന്റെ തീരുമാനം? ഡിവോഴ്സ് തന്നെ ആണോ? ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ അച്ഛാ. എനിക്കറിയത്തില്ല അച്ഛാ എനിക്ക് പറ്റുമോന്ന്. എടാ പറ്റണം. ഇനിയെങ്കിലും നീ ഇത് ചെയ്തില്ലെങ്കിൽ ജീവിതത്തിൽ നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഇത് നിന്റെ ജീവിതമാണ്, നീയാണൊരു തീരുമാനം എടുക്കേണ്ടത്. എടാ പരസ്പരം ഒത്തുചേർന്ന് പോകാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ ജീവിച്ചിരിക്കുന്നത്? എടാ ഇന്ന് ഈ കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യകളും കൊലപാതകങ്ങളും അതല്ല ഇതിൽ നിന്ന് നടക്കുന്ന അറിയാമോ? അതിപ്പോൾ ആണായാലും പെണ്ണായാലും ഒരുമിച്ച് പോകാൻ പറ്റത്തില്ലയോ? പിരിഞ്ഞേക്കണം. ഇല്ലെങ്കിൽ ചെന്ന് അവസാനിക്കുന്ന വലിയ ദുരിതത്തിലായിരിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഒരേ മനസ്സുള്ള രണ്ടുപേരും ഒന്നിക്കുന്ന പോലെ തന്നെ മനോഹരമാണ്. ഒന്നിച്ച് പോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ രണ്ടുപേര് പിരിയുന്നത്.